അത് ആ സസ്പെൻഷൻ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു. അതിനെതിരെ സംസാരിക്കാനോ എന്തിന് സസ്പെൻഡ് ചെയ്തെന്ന് ചോദിക്കാനൊന്നും ഞാനില്ല. അത് പാർട്ടിയുടെ അവകാശമാണ്. സസ്പെൻഡ് ചെയ്യാം, തിരിച്ചെടുക്കാം ഒക്കെ ആവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും കണ്ടുകൊണ്ട് പേടിച്ച് അയ്യോ എന്നെ പുറത്താക്കുക, ഞാൻ ഒരിക്കലും പുറത്തു പോകില്ല. ഞാനാണ് എൻ്റെ തീരുമാനമെടുക്കുന്നത്. ഞാൻ ഈ പാർട്ടിക്കാരിയായി ഇനിയിപ്പോൾ അവർ തിരിച്ചെടുത്താലും ഇല്ലെങ്കിലും ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വ്യക്തിയായി മരണം വരെ, മരിക്കും വരെ, എൻ്റെ ഓർമ്മ അവശേഷിക്കും വരെ ഈ പാർട്ടിയിൽ തന്നെ തുടരാനാണ് എൻ്റെ ആഗ്രഹം. സസ്പെൻഡ് ചെയ്താലും കോൺഗ്രസ് കൗൺസിലർമാരോടൊപ്പം തന്നെ പ്രവർത്തിക്കും. തീർച്ചയായിട്ടും. എനിക്ക് പക്ഷേ ഒരു കാര്യമുണ്ട്, അഴിമതിയുള്ള ഏതെങ്കിലും ഫയലുകളുണ്ടെങ്കിൽ ശക്തമായിട്ട് ഞാനതിനെ നേരിടും. കാരണം ഞാൻ ആഗ്രഹിക്കുന്നത് അഴിമതിരഹിത ഭരണമാണ്. അതിൽ ചില അജണ്ടകളും കാര്യങ്ങളും വരുമ്പോൾ ചിലപ്പോൾ അതിനോട് കൂടെ നിൽക്കുകയാണെങ്കിൽ മൗനമായിട്ടിരിക്കേണ്ടി വരും. അവിടെ ഞാൻ മൗനമാകില്ല, ശക്തമായിട്ട് തന്നെ അതിനെ നേരിടും. ഇതിൽ പ്രധാനമായും പറയുന്നത് ഇന്നലെ ഉന്നയിച്ച ആരോപണമാണ്. അതായത് പണപ്പെട്ടിയുമായി പോയി പലർക്കും പണം നൽകിയതായ ആളുകൾ പറഞ്ഞു. ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. പിന്നല്ലാതെ ഞാൻ വെറുതെ ഒരു കാര്യം ഒരു ഇമാജിൻ ചെയ്ത്, സാങ്കല്പിക ലോകത്തല്ല. എന്നെ പലരും എന്നോട് പറഞ്ഞു, ഇങ്ങനെ പല അഭ്യൂഹങ്ങളും പുറത്തുണ്ട്, അവരങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, പലയിടങ്ങളിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് കേട്ട കാര്യങ്ങൾ, അതിൽ എനിക്ക് മാറാൻ കഴിയില്ല. എന്നെ വിശ്വാസമുള്ള ആളുകൾ തന്നെയാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് അതിൽ നിന്നൊന്നും ഞാൻ മാറുന്നില്ല. പക്ഷേ ഇനി പാർട്ടിക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ പോകില്ല. കാരണം ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അടിയുറച്ച വ്യക്തിയാണ്. കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ വീട്ടിൽ ഭക്ഷണമില്ലാത്ത സാഹചര്യങ്ങളിൽ ഗോതമ്പ് പൊടി കുറുക്കി ഭക്ഷണം വിശപ്പടക്കാൻ തരുന്ന സമയത്ത് ഒരു പക്ഷേ ഇലക്ഷൻ കാലഘട്ടങ്ങളായപ്പോൾ നമ്മൾ അതുകൊണ്ട് പശ കുറുക്കി പോസ്റ്റ് ഒട്ടിച്ച് നടന്നിട്ടുള്ളതാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.